നീയാണോ മറ്റേ പരിപാടി വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത്? എടാ മറ്റേ പയ്യൻ വന്നിട്ടാ വീഡിയോ എടുക്കാൻ പോയി. എടാ നിന്റെ ക്യാമറ എന്ന് പറഞ്ഞേ? അല്ല ബ്രോ, എൻ്റെ അടുത്ത് ക്യാമറയില്ല, ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യണേ. എടാ നീ ഫോൺ കൊണ്ടാണ് ഈ പരിപാടി പറയാൻ വന്നേക്കുന്നത്. ഒരു കാര്യം ചെയ്യും, നീ ആ വഴിക്ക് കയറിക്കോ, വീട് കയറിക്കോ. എടാ മറ്റേ പയ്യൻ്റെ ക്യാമറ ഒന്നും അവൻ ഫോൺ കൊണ്ട് വന്നേക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നീ അഭിലാഷിനെ വിളിച്ചിട്ട് ക്യാമറ ആയിട്ട് വരാൻ പറ. വെറുതെ പരിപാടി മിസ്സാക്കണ്ട. ശരി. ഓൾറൈറ്റ് ഫോക്സ്, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ പെട്ടെന്നൊരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് റെക്കോർഡ് ബട്ടൺ അമർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്നത് നമ്മുടെ ഇൻബിൽഡ് ക്യാമറ ആപ്പാണ്. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ബട്ട് ദെൻ ഇസ് ഇറ്റ് റിയലി ദി ബെസ്റ്റ്? നമ്മളൊരു ക്യാമറ ഒക്കെ ചൂസ് ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു മൊബൈൽ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ആപ്പ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എന്നറിഞ്ഞിട്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്മാർട്ട് ഫോണിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ക്വാളിറ്റി എന്ന് പറയാൻ നമ്മുടെ ക്യാമറ ഹാർഡ്വെയറിന്റെ മാത്രം എഫേർട്ട് അല്ല, അതിൽ വലിയൊരു ശതമാനം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ സോഫ്റ്റ്വെയറിന്റെയും ആ ഒരു സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷന്റെയും റിസൾട്ടാണ്. ചെറിയൊരു എക്സാമ്പിൾ. എടാ നീ മറ്റേ കോളേജിൻ്റെ പരിപാടിക്ക് വീഡിയോ എടുക്കാൻ പോകുന്നു പറഞ്ഞില്ലേ, എന്തായി പോയായിരുന്നു നീ? എടാ ഞാൻ പോയിണ്ടായി, ഫോണും കൊണ്ടുപോയേ. അത് കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ക്യാമറ ഉള്ളൊരുത്തനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി വീഡിയോ എടുക്കാൻ. ഞാൻ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ക്യാമറയുള്ളല്ലേ. ക്യാമറയിലാകുമ്പോൾ നമുക്ക് ലെൻസ് മാറ്റാം, ഷട്ടർ സ്പീഡ് മാറ്റാം, വൈറ്റ് ബാലൻസ്, ISO, അതുപോലെ തന്നെ ടിൻറ്റ് മാറ്റാം. ഒന്നുമില്ലെങ്കിൽ FPS ഒക്കെ കൂട്ടിയിട്ടൊന്ന് സ്ലോ മോഷനിൽ വീഡിയോ എടുത്തൂടെ? അതുകൊണ്ടായിരിക്കും നീ വിട്ടേക്ക്. എടാ അതൊക്കെ ഈ ആപ്പിലും പറ്റും. ഇതേത് ആപ്പ്? നിങ്ങൾ ഡാവിഞ്ചി റിസോൾവും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് സിനിമ ക്യാമറ എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കമ്പനി റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറ ആപ്പാണ് ബ്ലാക്ക് മാജിക് ക്യാമറ ആപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് പ്രോ ലെവൽ കൺട്രോൾസ് വരുന്നൊരു ആപ്പാണിത്. അതുകൊണ്ട് തന്നെ ഐ ബിലീവ് ദിസ് ഈസ് ദ ബെസ്റ്റ് ക്യാമറ ആപ്പ് ഫോർ ഫിലിം മേക്കേഴ്സ് ഇൻ 2024. വെൻ ഐ സേ ദാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഷട്ടർ സ്പീഡും വൈറ്റ് ബാലൻസും ISO, ടിൻറ്റ്, ഇതേപോലത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഒരു സൈഡിൽ കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ സ്ക്രീനിൽ നമുക്ക് ഓഡിയോ ലെവൽസും ഹിസ്റ്റോഗ്രാമും കാണാം. ഇനി ഇതിനൊക്കെ പുറമെ ഒരുപാട് പ്രോ ലെവൽ കൺട്രോൾസ് ഉണ്ട്. നിങ്ങൾ മാനുവലി എക്സ്പോസ് ചെയ്യുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീബ്രാസ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോഷർ നെയിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മാനുവലിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് സ്പീക്കിംഗ് യൂസ് ചെയ്ത് നമ്മുടെ എല്ലാ ഷോട്ടും പെർഫെക്റ്റ്ലി ഫോക്കസിലാണെന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫ്രെയിമിങ്ങിന് വരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഗോൾഡൻ ഗ്രിഡ് കാണാം. അത് വെച്ച് നമുക്ക് റൂൾ ഓഫ് തേർഡ്സും ലീഡിംഗ് ലൈൻസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് നമ്മുടെ ആസ്പെക്ട് റേഷ്യോസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഞാനൊരു മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോസിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ആസ്പെക്ട് റേഷ്യോസ്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഫ്രെയിം റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും, അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ക്യാമറാസിൽ കാണുന്ന ഫോൾസ് കളർ മോണിറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിന് തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലട്ടാണ്. നമ്മൾ ഈ ക്യാമറ ആപ്പിൻ്റെ സെറ്റിംഗ്സിലോട്ട് പോയി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ലട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്ത് താഴത്ത് നമുക്ക് ലട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലട്ട് ഇമ്പോർട്ട് ചെയ്ത് അത് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം, റെസൊല്യൂഷൻ ചൂസ് ചെയ്യാം, കളർ സ്പേസ് ചൂസ് ചെയ്യാം, ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഒന്നുകൂടി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓഡിയോന് തന്നെ നമുക്ക് ഒരുപാട് കൺട്രോൾസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് ഓഡിയോ ഫോമാറ്റ്, സ്റ്റീരിയോ, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോണിൽ വീഡിയോസൊക്കെ എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻബിൽഡ് ഡിഫോൾട്ട് ക്യാമറ ആപ്പിനേക്കാളും ഒരുപാട് മുന്നിലാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് ക്യാമറ ആപ്പ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇഫ് യു സ്റ്റിൽ ആസ്ക് മീ ഇഫ് ദിസ് ഈസ് ദ ബെസ്റ്റ് ക്യാമറ ആപ്പ്, വെൽ, ഞാൻ മറ്റേ കോളേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കി നോക്കട്ടെ, അവരെല്ലാം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ. എടാ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ ഫോണെടുത്തേക്കണ വീഡിയോ ആണല്ലോ, കൊള്ളാം. സീൻ നമുക്കും പറയാം, ഗിയർ ഡസൻറ്റ് മാറ്റർ.